അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുകയും വിശദാംശങ്ങളൊക്കെ തേടുകയും ചെയ്തുകൊണ്ട് ഏതാണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ അന്വേഷണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന അവിടുത്തെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതായത് നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് സിദ്ധരാമയ്യയാണ്. അപ്പോൾ പരമേശ്വരയാണ് മറ്റേ നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹമൊക്കെ തന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി വലിയ തോതിലുള്ള പ്രഷർ ഉണ്ടായതുകൊണ്ട്, സമ്മർദ്ദമുണ്ടായതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുന്നത്. കാരണം കർണാടകയിൽ ഇപ്പോൾ ഗ്യാഗ് ഓർഡറൊക്കെ നേടി 8842 ലിങ്കുമായിട്ട് ചെന്ന് ഗ്യാഗ് ഓർഡറൊക്കെ നേടിയെങ്കിൽ പോലും അവിടെയുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം തടുക്കാൻ കഴിയാത്ത വിധം ഇത് വലിയ തോതിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാർത്തയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളാണ്. ഇവിടെ സാറ്റലൈറ്റ് ചാനലുകൾ അധികം ഇത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകൾ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് ഒക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിലാണ്. പിന്നെ നമുക്കറിയാലോ ഇന്ത്യ ടുഡേയും CNN-ഉം അതുപോലെ തന്നെ റിപ്പബ്ലിക് ചാനലും ഒക്കെ തന്നെ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദമുള്ളത് കൊണ്ട് തന്നെ ഇത് അന്വേഷണം നടത്താതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ് പരമേശ്വരൻ ഇതിന് ഓർഡർ ഇട്ടേക്കുന്നത്.